കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ്? അതിനെക്കുറിച്ച് ദീപാദാസ് മുൻഷി പറയുന്നത് കേൾക്കാം. അതിനു മുൻപായി വി ഡി സതീശന് വേണ്ടി നട റോട്ടിൽ ശൈന പ്രദർശനം ചെയ്യുന്ന ഒരു വീഡിയോ കാണാം. ഈ മഴത്ത് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ എന്തൊക്കെ കാണണമല്ലേ? പിന്നെ ഇത് നടന്നിട്ടുള്ളത് കണ്ണൂർ ഇരിട്ടിയിലാണ്. ഓക്കെ, ഇവരെയും കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്തു, വിജയിപ്പിച്ചു. ഇപ്പോൾ അതാ തമ്മിത്തല്ലാണ് ആരാണ് മുഖ്യമന്ത്രി ആവണ്ടേ എന്നുള്ളത്. ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനമാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും പാവം. ഇനി നേതാക്കൾക്ക്, അതായത് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. നമ്മളൊരു ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് എല്ലാ പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവിജയം. പിന്നീട് ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ, കോൺഗ്രസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും അതിന് മനസ്സിന് വിഷമമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങളോട് എല്ലാവരോടും, എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തികളും ചെയ്യരുത്. സംസ്ഥാനത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണം. നാളത്തേക്ക് അത് ഉണ്ടാകരുത്. ഇനി ഒരു സ്ഥലത്തും ഒരു പ്രകടനം പോലും നടത്തരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. APCC പ്രസിഡന്റ് നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നോട് പറഞ്ഞവരെ ഞാൻ എൻഡോസ് ചെയ്യാറുണ്ട്. കാരണം ഇത് ജനങ്ങൾ നൽകിയ വൻപിച്ച മാൻഡേറ്റാണ്, വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭരണം. ആദ്യം തന്നെ പറയാം, ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ജനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ അല്ല, നിങ്ങൾ നേതാക്കളാണ്. നേതാക്കളിൽ ഉള്ള പ്രശ്നങ്ങൾ പിന്നീട് പാർട്ടി പ്രവർത്തകർ ഏറ്റെടുത്തു എന്ന് മാത്രം. പിന്നെ എല്ലാ നേതാക്കളും കൂടി പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ സോൾവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുള്ള ന്യൂസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഫ്ലെക്സ് ഒക്കെ എടുത്തു മാറ്റാൻ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. അങ്ങനെ എല്ലായിടത്തും എടുത്തു മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ദീപാദാസ് മുൻഷി പറയുന്നത് കേൾക്കാം. ഇന്നത്തെ മീറ്റിംഗിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. Today from 4 o'clock till now we had a long discussion with CP Khargeji and Rahul Gandhi ji, the KPCC president, the former LOP, the GSO and Ramesh Chennithala, KC Venugopal ji, Sunny Joseph ji, VD Satishan ji and 2 observers, Mukul Vasnik ji and Ajay Makin ji. Each of us spoken to Honorable CP and Rahul ji. Individually also we spoke and they have given their guidance. For last 2-3 days there are some over enthusiastic workers and some unruly incident happened in Kerala. People have given us landslide majority and those unruly incidents are not our Congress culture. So we are requesting all the workers to stop this kind of activity. And also very soon, I think in due time, we will get the final decision by our High Command and we are waiting for that. Today itself? In due time. Because today how much time it will take? Due means?
due time is 23rd is the last day. So due time means due course of action should be taken on due time. No final. കേട്ടില്ലേ? ആദ്യമൊക്കെ പറഞ്ഞത് ആരൊക്കെ അവിടെ മീറ്റിംഗിൽ പങ്കെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം ഫൈനൽ ഡിസിഷൻ ആയിട്ടുള്ളത് ഇന്നൊരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം. അതായത് എപ്പോൾ ആവുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഡ്യൂ ടൈമാണ്. അതായത് 23-ാം തീയതി വരെ സമയമുണ്ട്. അപ്പോൾ 23-ാം തീയതിന്റെ ഉള്ളിലെ ഇതിലൊരു തീരുമാനമാകുള്ളൂ. അതായത് ഇന്നത്തെ മീറ്റിംഗിലും വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇന്നും തീരുമാനമായിട്ടില്ല. എന്തായാലും 23-ാം തീയതിന്റെ ഉള്ളിൽ ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. അല്ല, ഒരു 3-4 ദിവസമായി കേരളത്തിലെ ന്യൂസ് കാണാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കോമഡി വേറെ എല്ലാം ഉണ്ട്, നല്ല രസമാണ്. അതിനിടയിൽ KCയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതായത് KC പറഞ്ഞിട്ടുള്ളത് ഇലക്ഷന് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ഷന് കാൻഡിഡേറ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ നിർത്തിക്കും, അവർ ജയിക്കും, പക്ഷെ ചിലപ്പോൾ അവരല്ല ക്യാബിനറ്റിൽ ഉണ്ടാവുക എന്നുള്ളത്. ആ പറഞ്ഞത് ശരിയാണോ? എനിക്ക് ശരിയായി തോന്നുന്നില്ല. കാരണം വിജയിപ്പിക്കാൻ, അതായത് കാൻഡിഡേറ്റ് ആയിട്ട് കുറച്ചാളെ വെച്ചു, അവരെ ജനങ്ങൾ വിജയിപ്പിച്ചു, പക്ഷെ വിജയിച്ച ആളുകളല്ല ക്യാബിനറ്റിൽ വരുന്നു എന്ന് പറയുന്നത് ശരിയാണോ? എന്റെ അഭിപ്രായത്തിൽ ശരിയല്ല. കാരണം ജനങ്ങൾ, അതായത് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ വേണം ക്യാബിനറ്റിൽ, അല്ലെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.